ഒരു കുഞ്ഞനുഭവം 5 വരിയിൽ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ആ 5 വരിയിലുണ്ട് ആ സങ്കടവും സന്തോഷവും ഒക്കെ എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറയുന്നില്ലേ. ഞാൻ വേഗം തന്നെ വായിക്കാം. ഒരു പേപ്പറിൽ എഴുതി അയച്ചതെന്നാണ് ഒരമ്മ. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. എനിക്ക് ചെറിയൊരു അനുഭവം പറയാനുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ മോളുടെ മോതിരം കോളേജിൽ നിന്ന് കാണാതെയായിട്ടോ. അവള് ഭക്ഷണം കഴിക്കുമ്പോൾ മോതിരം അഴിച്ചു വെച്ചതായിരുന്നു. കീശയിൽ വെച്ച മോതിരം ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോയപ്പോൾ കാണാതെ പോയി. മോളെന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കാണാതെ പോയിട്ടുണ്ട് അമ്മ എന്ന്. ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, കരഞ്ഞു പറഞ്ഞോട്ടോ. ഇട്ട് കൊതി തീർന്നില്ലല്ലോ. ആ മോതിരം ഒന്ന് കിട്ടിയാൽ ഭഗവാനെ എന്താ പറയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരു കുട്ടിക്ക് അത് കിട്ടിട്ടോ. ഇതെന്തായാലും വായിക്കണം. കണ്ണൂരിൽ നിന്ന് ശുഭയാണ് എഴുതുന്നത്. അമ്മയുടെ മനസ്സുമാതിരി ചെറിയ അനുഭവമല്ല. അമ്മ പ്രാർത്ഥിച്ചു. ദൂരെയല്ലേ മകളുള്ളത്, മകൾക്ക് വേണ്ടി ഭഗവാൻ അത് എടുത്തു കൊടുത്തു. അത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിലെ ഓരോ വീടുകൾ. നമ്മൾ കുറച്ച് സമയം കൊണ്ട് ആ ഹോസ്റ്റലിലും അമ്മയുടെ അടുത്തും ആ ഭഗവാന്റെ അടുത്തും ഒക്കെ എത്തിയില്ലേ. അനുഗ്രഹം എന്ന് പറയുന്നതാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന അറിയാലോ, ജോയിൻ ബട്ടണിലൂടെ വരിക. പിന്നെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ വിഗ്രഹങ്ങൾ നമ്മൾ ഈ മാസം സമ്മാനമായിട്ട് കൊടുത്തു. നറുക്കെടുപ്പിലൂടെ ഉച്ചപൂജാലങ്കാരം പറയുന്നവർക്ക്, വിജയികളാവുന്നവർക്കൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു. വേറെ വിശേഷമൊന്നുമില്ലാതെ വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.